എല്ലാരും അടിച്ചു കയറി വാ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്നാള് പറഞ്ഞിട്ടുള്ള ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ചിക്കൻ്റെ കാല് തിന്നണം. ഏറ്റവും കൂടുതൽ ആര് കഴിക്കുന്നോ അവർക്കാണ് ഫസ്റ്റ് കിട്ടുക കേട്ടോ. ഓക്കെ, 2, 3 സ്റ്റാർട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു നേരത്തെ ആഹാരം ഇവന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എങ്ങനെ സാധനം എവിടെയോ എന്തോ ഒരു തകരാറ്. എങ്ങനെ ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് കണ്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട്. എന്താണ് അഭിപ്രായം? നമ്മൾ ഇനി കഴിക്കണോ അതോ വേസ്റ്റ് സാധനമാണോ? എന്താണ് തോന്നുന്നത്? കുഴപ്പമില്ല, ഭക്ഷണമൊന്നുമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം യാസി കാര്യമായിട്ട് നീങ്ങുന്നുണ്ട്. ആരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും പ്ലേറ്റ് കാലീന് വേഗാവട്ടെ. ഫാസ്റ്റ്. ആ, യാസി ഒരെണ്ണം കംപ്ലീറ്റ് ആയിരിക്കുന്നു. അടുത്ത് എടുക്കുന്നു. പോട്ടെ കഴിയൂ. സന പോരട്ടാ. സന വേഗം ഫാസ്റ്റ് ആക്കണം. എല്ലൊക്കെ തിന്നാൻ പറ്റും. സ്പീഡിൽ തിന്നണം. മുത്തു ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്ത്. സന ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യാസി 2 എണ്ണം. ഓ, യാസി മുന്നിട്ട് നിൽക്കുന്നു. കമോൺ. ആനെങ്കിൽ അറച്ച പോലെ ഉണ്ടാ. ഓ, യാസി 2 എണ്ണം കംപ്ലീറ്റ് ഫിനിഷ് ആക്കണേ. സന 2 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മുത്തു 2 എണ്ണം. അപ്പൊ ഫ്രണ്ടിൽ നിൽക്കണ 3 പേരും ഒരേപോലെയാണ് പോയിക്കൊണ്ടിരിക്കണത്. കഴിക്കാം അല്ലേ? അത് കംപ്ലീറ്റ് അല്ല. മുത്തു അപ്പൊ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെച്ചടിക്കുകയാണ്. മുത്തു താളിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. കണ്ട, നിങ്ങൾക്കൊക്കെ തിന്നാൻ പറ്റുന്ന മറക്കണ സാധനം പോലെ ഒന്നല്ല. സിമ്പിളായിട്ട് തിന്നാൻ പറ്റുമെന്ന് ഇപ്പൊ യാസിയും കൂടി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. യാസിക്ക് എന്താണ് ഇത് കണ്ടപ്പോ തോന്നിയത്? എന്ത് മനസ്സിലായി? അതെ, എല്ലൊക്കെ കടിച്ച് തിന്നാൻ പറ്റുന്നു. അടുത്തത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മുത്തുവിന്റെ നോക്കി 4 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ട്രൈ ചെയ്തോക്കെ റെസിപ്പി. ഇപ്പൊ എല്ലാം തോന്നുന്നുണ്ടോ? ഞാനൊന്നും തോന്നുന്നില്ല. അത് എങ്ങനെയാണെങ്കിലും തിന്നാം. ലെഗ് നമുക്ക് കോഴി തിന്നേക്കാളും ടേസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. എത്ര 3, 4, 7 ആയിട്ട് മുത്തു കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു. യാസാന്റെ 4 തന്നെ നോണ്ട്. യാസി മുന്നിട്ടിരിക്കുന്നു. 3, 4, 7 രണ്ടുപേരും ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. സനക്കൊക്കെ ആകെ മട്ടിക്കണോന്നുണ്ട്. ഏതാണ്ട് മട്ടിയാ ചെറുതായിട്ടില്ലേ? സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു. പോരാടുകയാണ്. ഇറങ്ങി സോ മുത്തു ഏതാണ്ട് ഒരു വിധമായിട്ടുണ്ട്. സനാണ് ബാക്കില്. യാസി മുന്നിട്ട് നിന്നോണ്ടിരിക്കുന്നു. മുത്തു അടുത്തെടുക്കുന്നു. കഴിയാറായി കേസ്. ഇതിൽ ഞാൻ ആകെ 2 പീസുള്ളൂ. അപ്പൊ ഈ 2 പീസ് ഓ ഇവിടെ 4 പീസ് ഉണ്ട്. 4 പീസ് ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? തുള്ളിയെങ്കിലും പറ്റില്ല. ഇതിന്റെ രുചി അറിയാനെങ്കിലും പറ്റത്തില്ല. പിങ്കാലും പിടിക്കുന്നു മുത്തുവിന്റെ ഒരു കഷ്ണം എന്താടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ മുത്തു ഒരു കഷ്ണം പോലും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടു കാണാം. നിങ്ങളാ വലിയ കണ്ടു അതിൽ
ഞാൻ ഈ വീഡിയോയിൽ ചിലപ്പോൾ ചിരിക്കും കേസ്, നിങ്ങളൊന്നും വിചാരിക്കും. ഒരെണ്ണം കൂടി ഉള്ളൂ. അപ്പോൾ ഇത് ഉണി കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും ആരാണെന്ന്. നോക്കി നിങ്ങൾ ഇത്ര മുത്തുണ്ട് ഇത്ര ആയിട്ടുണ്ട്, സനയുടെ ഇത്ര ആയിട്ടുണ്ട്, ഗ്യാസിൻ്റെ ഇത്ര ആയിട്ടുണ്ട്. എന്താവും നമുക്ക് നോക്കാം. ടോട്ടൽ ഞാൻ സന കിട്ടിയതാ. സോ ഒന്ന് ഓരോരുത്തർ എണ്ണി നോക്കി. എത്ര? 11. സന 5. മുത്തുവിന്റെ മുത്തു ഫസ്റ്റ് ആവോ? ടാലി അടിച്ച്. അപ്പൊ രണ്ടുപേരും ഫസ്റ്റ് പ്രൈസ്. അപ്പൊ രണ്ടുപേർക്കും ടാലി ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. സാധനം എങ്ങനെയുണ്ട് ഇപ്പൊ മൊത്തത്തിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? നല്ല മട്ടിപ്പുണ്ട്. ചലഞ്ച് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കഴിച്ചു. മുത്തുവിന് എരുണ്ടാ? സീറ്റുള്ള ഒരു ചില്ലി ടൈപ്പാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കോഴിക്കടയിൽ നിന്ന് വേസ്റ്റ് ആക്കിയിട്ട് ആരും കളയാൻ പാടില്ല. അതിനായിട്ട് പരമാവധി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രാവശ്യമൊക്കെ കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചു നോക്കാം. പിന്നെ അറപ്പ് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. പിന്നെ നല്ലൊരു മൈൻഡോടെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു വട്ടം കഴിക്കാൻ തോന്നും. ഭയങ്കര വേറൊരു കുഴപ്പമില്ല.